ഇമ്പാർട്ടേഷൻ, പകർച്ച. ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം പകർന്നു കൊടുക്കുകയാണ്. അതിൽ മോശയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പഴയ നിയമത്ത് ദൈവം മോശയുടെ ആത്മാവിനെ എടുത്ത് ബാക്കി 70 പേർക്ക് കൊടുത്തു എന്ന് വായിക്കുന്നുണ്ട്. അതിൽ 68 പേര് ടെൻറ്റിനകത്തായിരുന്നു, കൂടാരത്തിനകത്ത്. 68 പേരുടെ മേലും മോശയുടെ ആത്മാവിന്, പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്നു പോവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ മോശയിലാണ് ദൈവാത്മാവ് വന്നത്. ആ മോശയുടെ ആത്മാവിനെയാണ് ബാക്കിയുള്ളവർക്ക് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ 68 പേരുടെ മേലെ ദൈവത്തിൻ്റെ ആത്മാവ്, മോശയുടെ ആത്മാവെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, വീണു. എന്നാൽ 2 പേര് കൂടാരത്തിന് പുറത്തായിരുന്നു. ആ 2 പേരുടെ മേലെ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് അവരും മോശയുടെ ആത്മാവിൽ നിറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമ്പാർട്ടേഷൻ ക്യാൻ ബി ഇൻ ഡിഫറെൻറ്റ് വേസ്. നമ്മൾ ടെൻറ്റിനകത്തിരിക്കുമ്പോഴും പുറത്തിരിക്കുമ്പോഴും ഇത് സംഭവിക്കുന്നുണ്ട്. ക്രിസ്തു നമ്മുടെ മേൽ തൻ്റെ ശ്വാസമൂതി ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. ആത്മാവിന് ശ്വാസമൂതിയാണ് ദൈവം ചെയ്യുന്നത്. കർത്താവ് ബ്രെത്ത് ഓഫ് ലൈഫ് എടുക്കുകയാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഉൽപ്പത്തി നമ്മൾ 2-ാം അധ്യായത്തിൽ വായിക്കുമ്പം ദൈവം മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ പൂഴിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഒരു വലിയ മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ കിടപ്പുണ്ട്. അത് ജീവനില്ല. പക്ഷെ ദൈവം തൻ്റെ ശ്വാസം അവൻ്റെ മേലൂതി. ദാറ്റ്സ് കോൾഡ് ഇമ്പാർട്ടിംഗ് ആണ്. ഹീ ഈസ് ബ്രീതിങ് ഓവർ ഹിം. അതായത് അവൻ്റെ മൂക്കോട് മൂക്ക് വെച്ച്, അവൻ്റെ കൈയോട് കൈ, അവൻ്റെ ശരീരത്തോട് ശരീരം വെച്ച് ഒരു ഇമ്പാർട്ടേഷൻ നടക്കണം. അങ്ങനെയാണ് പഴയ നിയമത്തിൽ നമ്മൾ പലയിടത്ത് വായിക്കുമ്പോഴും പ്രോഫറ്റ്സ്, അതായത് പ്രവാചകന്മാർ മരിച്ച കുഞ്ഞിൻ്റെ പുറത്ത് കിടന്നു എന്ന് പറയും. 1, 2, 3 പ്രാവശ്യം കിടന്നു. അതായത് അവൻ്റെ വായോട്, മൂക്കിനോട്, അതുപോലെ അവൻ്റെ കൈകളോട്, അവൻ്റെ കാലുകളോട് അങ്ങനെ കിടന്ന് 3-ാം പ്രാവശ്യം കുഞ്ഞ് എഴുന്നേൽക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ്? ഇറ്റ്സ് കോൾഡ് ഇമ്പാർട്ടിങ് ദ സ്പിരിറ്റ്. നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ദ ഡെവിൾ നോസ്, ഹി നോസ് ഫുള്ളി ദാറ്റ് വി ഹാവ് ദ പവർ. പിശാചിനറിയാം നമുക്ക് ഈ ശക്തി ഉണ്ടെന്ന്. ദൈവത്തിനൊക്കെ ദൈവമാണല്ലോ തന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ശക്തി ഉണ്ടെന്ന് പിശാചിനറിയാം, ദുഷ്ടനറിയാം ഈ ശക്തിയുണ്ട്. ഐ ഹാവ് ദിസ് പവർ. ദ ഡെവിൾ ഹി നോസ് വി നോ ദിസ് പവർ. ഇത് ശക്തിയുണ്ടെന്ന് ദൈവത്തിൻ്റെ ശക്തി എന്നിലുണ്ടെന്ന് പിശാചിനറിയാം. പക്ഷെ എനിക്കറിയാമോ എന്നുള്ളതാണ് സംശയം. എനിക്ക് ഈ ശക്തിയുണ്ടോ? അതുകൊണ്ട് പിശാചിന് മനുഷ്യനെ ഭയമാണ്. നമ്മൾ പിശാചിനെ പേടിക്കുന്നു. അവന് നമ്മളെ ഭയമാണ്. കാരണം ദൈവത്തിൻ്റെ ഛായയിലും സ്വരൂപത്തിലും ഉണ്ടാക്കി എന്നെ കാണുമ്പോൾ അവൻ ഭയപ്പെടണം. തീയിറക്കുന്ന ശക്തി നമുക്കുണ്ട്. പക്ഷേ നമുക്കറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം കർത്താവ് പറയുന്നത് ഹീ നോസ്, ദ ഡെവിൾ നോസ് ദാറ്റ് വി ഹാവ് ദ പവർ. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. ഈ പവർ നമുക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവമക്കളാണ്. ഈ ദൈവമക്കളാണെന്നുള്ള പദവി കിട്ടുമ്പം ദൈവമക്കൾക്കെതിരായിട്ട് ശത്രു വരും. പക്ഷെ ദൈവമക്കൾ ഒരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ദൈവത്തെ ആശ്രയിച്ചിട്ട് വേണം. പവർ കിട്ടണം. ഈ ശക്തി കിട്ടാതെ യുദ്ധം ചെയ്യാൻ പോകരുത്. ശക്തിയില്ലാതെ നീ യുദ്ധത്തിന് പോയെങ്കിൽ നീ തോറ്റുപോകും. അതിന് എക്സാമ്പിൾ, അതിന് ഇപ്പം നമ്മൾ ഓർക്കുക, നമ്മുടെ വിശ്വാസം അല്ലാത്തവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കാമെന്ന് വിചാരിക്കും. അവരവരുടെ ദൈവമെന്ന് പറഞ്ഞാൽ അവർ പൂജിക്കായിരിക്കണം. പക്ഷെ നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ അവിടെ കാലുകുത്തി വെച്ച് അതെടുത്ത് മാറ്റാൻ നോക്കണ്ട. അതിന് പ്രത്യേക ദൈവ ആലോചന തരും. കർത്താവ് അതിന് കൃപയുള്ളവരെ അയക്കും. നമ്മൾ അവിടെ ചെന്നിട്ട് ദുഷ്ടശക്തി നമുക്കടി ഒളിപ്പിക്കാൻ ഇടയാക്കരുത്. മണ്ടത്തരാണേ ചെയ്യരുത്. അത് എല്ലാവർക്കും ആ കഴിവുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, എല്ലാവർക്കും കഴിവ് തന്നിട്ടുണ്ട്, പക്ഷെ ഉപയോഗിക്കുന്നില്ല. ആ കഴിവുള്ളവർ, അതുകൊണ്ടാണ് അതിന് കൃപയുള്ളവർ, അതിന് മെച്യൂരിറ്റി ഉള്ളവരെ മാത്രമേ ദൈവം അതിനുപയോഗിക്കത്തുള്ളൂ. ഒരു ശിശുവിനെ നമ്മൾ ഒരിക്കലും യുദ്ധത്തിന് വിടത്തില്ല. അതുകൊണ്ട് അവർക്ക് കഴിവില്ലെന്നല്ല, പ്രായമായില്ല, പക്വതയായില്ല. ഇതിന് ഈ യുദ്ധത്തിനെല്ലാം നിയമങ്ങളും റൂൾസുകളുമുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പോലും തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ടാരി ഇൻ ജെറുസലേം അൺടിൽ യു റിസീവ് പവർ ഫ്രം അവർ. എവിടുന്ന്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു ശിഷ്യന്മാരെ കണ്ടേച്ചു പറഞ്ഞു, നിങ്ങൾ യെരുശലേമിൽ തന്നെ ഇരിക്കണം, മുകളിൽ നിന്ന് ശക്തി വരുവോളം. അപ്പം ദി ആർമറി, അതായത് ആർമറി എന്ന് പറയുമ്പം അതിനുള്ള ആയുധങ്ങൾ ഇവിടെയുള്ളതല്ല. മനസ്സിലായോ? ഈ യുദ്ധത്തിനുള്ള ആയുധം ഈ ഭൂമിയിലെ ഇരുമ്പും കോലും കൊണ്ടുണ്ടാക്കിയതല്ല. ഇതിന് ആയുധം മേളിച്ചെല്ലണം. ദി ആർമറി ഈസ് ഇൻ ഹെവൻ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ മുകളിൽ നിന്ന് വരണമെന്ന്.
ഇത് ഇവിടുന്ന് എടുത്തിട്ട് ഞാനിപ്പോൾ അങ്ങോട്ട് എന്ന് ഒരാൻ വെട്ടിക്കൊല്ലാനുള്ള ആയുധമല്ലെന്ന്. ഇത് സ്വർഗത്തിലെ ആയുധമാണ് വേണ്ടി. ഇത് ആർമറി, അതായത് ഈ വെപ്പൺ സൂക്ഷിച്ചിരിക്കുന്നത് സ്വർഗത്തിലാണ്. അവിടെ കയറി ചെന്നിട്ട് അവിടുന്ന് അതിൻ്റെ വെപ്പൺ എടുത്തുകൊണ്ട് നീ വരണം. എത്ര പേർക്ക് അറിയായത്? അതുകൊണ്ടാണ് തോറ്റു പോകുന്നത്. ദൈവം എന്നോട് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി. ദൈവം എന്നോട് പറഞ്ഞ നീ ശ്രദ്ധിച്ചു കേട്ടോ? ഇല്ല. ദൈവം പറഞ്ഞില്ലേ? കർത്താവിന് ജോഷുവയോട് പറഞ്ഞു, എൻ്റെ ജോഷുവ യുദ്ധത്തിന് പോവുകയാണ്, ഏകദേശം 30,000-ഓളം ആളുകളെയും കൊണ്ടുപോയി. ദൈവം പറഞ്ഞു, നീ എന്തോന്നിന് ഇത്രയും പേരെയും കൊണ്ടുവരുന്നതെന്ന്. അവസാനം എന്താ കർത്താവ് പറഞ്ഞത്? ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ ഇത്രയും പേരെയൊന്നും കൊണ്ടുപോകണ്ട, പേടിയുള്ളവരെല്ലാം പൊക്കോട്ടെന്ന്. 20,000 പേരോളം അന്നേരം അങ്ങ് പോയി. പിന്നെയും പറഞ്ഞു, ഇത്രയും പേരും ആവശ്യമില്ല, അല്ല യുദ്ധത്തിന് പോവാം. 10,000 പേര് പോലും ഇല്ലാതെ വലിയ സൈന്യത്തിനെതിരായിട്ട് എന്താ പറയുന്നത്? നീ യുദ്ധത്തിന് പോവുകയാണ്, ശരി, ഒരു കാര്യം ചെയ്യും, എല്ലാവരും കൊണ്ട് വെള്ളത്തിനകത്ത് നിർത്താൻ പറഞ്ഞു. ആര് പട്ടി കുടിക്കുന്നത് പോലെ വെള്ളം കുടിക്കുന്നുവോ അവരെ. പട്ടി എങ്ങനെ വെള്ളം കുടിക്കുന്നതെന്ന് ആക്കുകൊണ്ടില്ലേ? അതിൽ വെറും 300 പേരങ്ങനെ ചെയ്തു. ബാക്കിയുള്ളവർ പേടിച്ചിട്ട് അവർ കൈക്കകത്തിങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. അപ്പം പട്ടി കുടിക്കുന്നത് പോലെ കുടിച്ചവരെ മാത്രം 300 പേർ. ഒരു വലിയ ശത്രുവിനെതിരായിട്ട് 300 പേരെ കൊണ്ട് ലോജിക്കിന് തീർന്നാണ്. ആർമറി ഓഫ് ഗോഡ് മുകളിൽ നിന്ന് ഉപദേശം കൊടുത്തു. അതായത് പട്ടി വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കുമ്പം, പട്ടി വെള്ളം കുടിക്കാനും കണ്ണ് മുകളിലോട്ടല്ലേ. അപ്പോൾ നമുക്ക് മേളിൽ നോക്കുമ്പോൾ നമുക്കറിയാം ശത്രു എവിടുന്നത്. ആയിരിക്കും, എനിക്കറിഞ്ഞൂടെ അതിൻ്റെ അർത്ഥം എന്താണെങ്കിലും ദൈവം അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്. സോ ഈ വെപ്പൺ എന്താണ് കൊണ്ടുപോയത്? യോശുവ കൊണ്ടുപോയത് ഒരു മൺകലം, പിന്നെ കുറച്ച് തീയ്, പന്തം കൊണ്ടുപോയെന്നുണ്ട്. പിന്നെന്താ? വേറൊന്നും കൊണ്ടുപോയില്ല. പന്തം കത്തിക്കാനുള്ള തീ കൊണ്ടുപോയി, പന്തം കൊണ്ടുപോയി, മൺകുടമുണ്ട്. മൺകുടം എല്ലാവരും കൊണ്ടുപോയിട്ട് ജോഷുവ ശബ്ദമുണ്ടാക്കി, അല്ലെങ്കിൽ കാഹളം ഊതുമ്പോൾ എല്ലാവരും ഈ മൺകുടം, അതായത് ഈ പന്തം കത്തിച്ചിട്ട് മൺകുടം ഉടയ്ക്കുമ്പം വലിയ ശബ്ദം ഉണ്ടാകും. അപ്പം വലിയ തീ പോലെ ഇടും. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ വെറും 300 പേരെ കൊണ്ട് ശത്രുവിനെ തോൽപ്പിച്ചു. അത് ഈ അഭിപ്രായം, അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജി സ്വർഗത്തിൻ്റെ സ്ട്രാറ്റജിയാണ്. ജോഷുവയുടെ മുമ്പിൽ ജോഷുവ ജെറിഹോ പട്ടണത്തിൻ്റെ വാതിൽക്ക് വന്ന് നിൽക്കുകയാണ്. ജെറിഹോ പട്ടണത്തിൻ്റെ മതിലെന്ന് പറഞ്ഞാൽ വലിയ മതിലാണ്. അതിൻ്റെ മേളിലെ രഥം ഓടുന്നാണ് പറയുന്നത്. പിന്നെ ഈ ജെറിഹോ മതിൽ ഉണ്ടാക്കിയപ്പോൾ ശത്രുക്കളാണല്ലോ ഇതുണ്ട്, അവരുണ്ടാക്കിയ കൊച്ചു കുഞ്ഞുങ്ങളെ കൊന്നിട്ട് അവരുടെ തലയോട്ട് ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. അവർ വിശ്വസിക്കുന്ന ഇന്നസെൻ്റായിട്ടുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുമ്പം ശക്തി കിട്ടുന്നതാണ്. ദൈവം പറഞ്ഞു, നീ ഇവർക്കെതിനായിട്ട് യുദ്ധം ചെയ്യണ്ട. ജോഷുവയോട് നീ അവിടെ നിൽക്കാൻ പറ്റും. ജോഷു അവിടെ ഇരിക്കുകയാണ്. ജോഷു അവിടെ ഇരിക്കുമ്പോൾ ഒരു സൈന്യത്തിൻ്റെ അധിപൻ മുമ്പ്, ഒരു ദൈവദൂതൻ മുമ്പിൽ വന്നു, ഒരു മനുഷ്യനായിട്ട് തന്നെ, സോൾജിയറായിട്ട് മുമ്പിൽ വന്നിരിക്കുന്നു. അപ്പോൾ ജോഷുവ ഓടിച്ചെന്ന് കമന്ന് കിടക്കുകയാണ്. ജോഷുവ കമന്ന് കിടന്ന്, അയ്യോ നീ ഈ പക്ഷത്താണോ ആ പക്ഷത്താണോ എന്ന് ചോദിക്കുമ്പം ദൈവദൂതൻ പറഞ്ഞു, ഞാൻ ആ പക്ഷത്തൊന്നും അല്ല, ഈ പക്ഷത്തൊന്നും അല്ല, ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്നു. അപ്പം ആർമറി ആൻഡ് ഒപ്പീനിയൻസ് ആൻഡ് അഡ്വൈസസ് ആർ കമ്മിങ് ഫ്രം എബവ്. സ്വർഗത്തിൽ നിന്ന് ഉപദേശം തരികയാണ്. എന്ത് പറ്റി? എന്താണ് സോൾജർ പറഞ്ഞു കൊടുത്തത്? സ്വർഗദൂതൻ വന്നേച്ച് പറഞ്ഞു കൊടുത്തു, നിങ്ങളാരും യുദ്ധം ചെയ്യണ്ട, ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. 6 ദിവസം പുരോഹിതന്മാർ പെട്ടകമെടുത്ത് ഇതിന് ചുറ്റും ഒന്നും മിണ്ടാതെ ജെറിഹോ മതിലിന് ചുറ്റും 6 ദിവസവും നടക്കണം. 6 ദിവസവും മിണ്ടിപ്പോയേക്കല്ലേ. മുകളിൽ നിന്ന് അവർ ചിലപ്പം വല്ല കല്ലോ കുന്തമൊക്കെ എറിയാൻ സാധ്യതയുണ്ട്. പക്ഷേ അവരുടെ മേൽ വലിയ ഭയം ദൈവം ഇട്ടിരുന്നു. ആരും അനങ്ങിയില്ല. അത് ദൈവദൂതനല്ലേ. ദിസ് ഈസ് ആർമറി ഈസ് ഫ്രം എബവ്. അതായത് യുദ്ധത്തിൻ്റെ അടവ് മുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിനാൽ ഇവരാരും മിണ്ടിയില്ല. 6 ദിവസം ഇവർ മിണ്ടാതെ നടന്നു. 7-ാം ദിവസമായപ്പോൾ ഇവർ കാഹളമൂതി എല്ലാവരും ആർത്തു വിളിച്ചു. മതിൽ തനിയെ വീണു. ആർമറി ഫ്രം, അതായത് മുകളിൽ നിന്നാണ് ശക്തി വന്നത്. പഴയ നിയമമാണിത്. പഴയ നിയമത്തിൽ നമ്മുടെ ലോജിക്കിനും നമ്മുടെ ബുദ്ധിക്കും അതീതമായിട്ടുള്ള ഒരു കാര്യമാണ് ജോഷുവ ചെയ്തത്, ഗിദെയോൻ ചെയ്തത്. പിന്നെ ആരാ? നമ്മൾ ഓരോരുത്തർ ചെയ്യുമ്പോഴും നോക്കുന്നത്, ഓരോരുത്തരും നോക്കുക. ജോഷുവ, ഗിദെയോന്, പിന്നെ ആരൊക്കെ യുദ്ധത്തിന് പോയിട്ടുണ്ട്, ദെബോറ ചെയ്തത്, അവരെയൊക്കെ നമ്മൾ നോക്കുമ്പോഴും കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, യുദ്ധം എനിക്കുള്ളതാണ്, ഞാനാണ് യുദ്ധം ചെയ്യുന്നത്, യുദ്ധവീരൻ അവനാണ്.
ഈ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് യുദ്ധം ചെയ്യാൻ പോകും. അപ്പോൾ ഈ യു നീഡ് ഇമ്പാർട്ടേഷൻ. എന്തിനാണ് ഇമ്പാർട്ടൻ? എനിക്കൊരു പകർച്ച, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇമ്പാർട്ടേഷൻ. മോശയ്ക്ക് 70 പേരുടെ മേൽ കൊടുക്കാനുള്ള ഇമ്പാർട്ടേഷൻ പഴയ നിയമത്തിലുണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം തൻ്റെ ശിഷ്യന്മാരെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അവരുടെ മേൽ അവൻ്റെ ശ്വാസം ഊതിക്കൊടുത്തിട്ട് ഇതോടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നിട്ടും ശക്തി കിട്ടിയില്ല. എന്നിട്ടും കർത്താവ് പറഞ്ഞതാണ്, നിങ്ങൾ യെരുശലേമിൽ, അപ്പോസ്തല പ്രവൃത്തി 1:4, 1:8 ആകുമ്പോഴത്തേക്ക് യേശുക്രിസ്തു തനിയെ പറയുകയാണ്, നിങ്ങൾ യെരുശലേമിൽ തന്നെ നിൽക്കണം. എന്തിന്? മുകളിൽ നിന്നുള്ള ശക്തി ലഭിക്കും. അപ്പോൾ ഒരു യുദ്ധത്തിനും ലോകപ്രകാരമായ ശക്തി കൊണ്ട് യുദ്ധത്തിന് ഒരു കേസ് കൊടുത്തു വേറൊരു കേസ് കൊടുക്കും ഇല്ലേ? ഒരാൾ അടിച്ചോ ഞാൻ വേറൊരാളെ കൊണ്ട് അടിപ്പിക്കും. അതൊന്നും ദൈവത്തിൻ്റെ അല്ല. പിന്നെ എങ്ങനെ നമ്മൾ ജീവിക്കുന്നതല്ലേ? അല്ല. സ്വർഗത്തിലോട്ട് കയറി ചെന്നിട്ട് അവിടെ യുദ്ധമുറ എന്തെന്ന് കണ്ടുപിടിച്ച് അവിടുന്ന് ആയുധം എടുത്തുകൊണ്ട് വരണം എന്നാണ് ദൈവം പറയുന്നത്. അങ്ങനെ ചെയ്യാൻ തയ്യാറാകണം, എന്നാലേ ജയം കിട്ടത്തുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 1:8 കൂടെ വായിക്കാം. 1:8 വ്യക്തമായിട്ടല്ലേ യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കർത്താവ് ഇത്ര ഭംഗിയായിട്ട് എല്ലാ വചനത്തിൽ എഴുതി വെച്ചിട്ട് നമ്മളെ അറിയാൻ വയ്യാത്തവരെ പോലെ ജീവിക്കുന്നു. ഒന്നിൽ അറിയുന്നവർ പറയുന്നില്ല, അല്ലെ അറിയുന്നവർ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പറയുന്നതായിരിക്കും ബുദ്ധി. നമുക്കതിനുള്ള കൺവിക്ഷൻ പോരായിരിക്കണം. 1:8 അപ്പോസ്തല പ്രവൃത്തി 1:8 ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ്, പുതിയ നിയമം തുടങ്ങിക്കൊണ്ടാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. സാക്ഷികളായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ശക്തി വരണമെന്ന്. ഇപ്പം മെയിൻ ജോബ് അതാണല്ലോ. ഗോ ആൻഡ് ഡു ഓൾ ദ വേൾഡ് ആൻഡ് പ്രേസ് ദ ഗുഡ് ന്യൂസ്. ലോകം മുഴുവനും പോയി എൻ്റെ വചനം പറയുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഇമ്പാർട്ടേഷൻ, പകർച്ച. മരിച്ചു കിടക്കുന്ന ആത്മാവിൻ്റെ മേൽ ഊതാൻ നീ പറയുന്നുണ്ട്. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് പറയുന്നുണ്ട്. അതുങ്ങളെല്ലാം കൂട്ടിച്ചേർക്കാനൊന്നും നീ പറഞ്ഞില്ല. നീ പറഞ്ഞു പ്രവചിക്കാതിൻ്റെ മേലോട്ട്. ദൈവം പറഞ്ഞത് പ്രവാചകൻ പ്രവചിച്ചു. അങ്ങനെ പ്രവചിച്ചപ്പോൾ ആ അസ്ഥികളെല്ലാം ഒന്നിച്ചു കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. കാല് ശരീരത്തിനോട്, നട്ടെല്ലിനോട്, കഴുത്തിനോട്, തല, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രവചിച്ചപ്പോൾ അതിൻ്റെ മേൽ ത്വക്ക് വെച്ചു, അതിൻ്റെ മേൽ പുഷ്ടി വെച്ചു, അതൊരു ശരീരം പോലെയാകാൻ തുടങ്ങി. എന്നിട്ടും അതിന് വീണ്ടും പറഞ്ഞു ദൈവം അതിൻ്റെ മേൽ ശ്വാസമൂതുക. അതിൻ്റെ മേൽ ശ്വാസമൂതിയപ്പോൾ അവരൊരു ജീവനുള്ള സൈന്യമായി മാറി. എല്ലാം യുദ്ധമുറയും സ്വർഗത്തിലെ അപ്പച്ചൻ്റേതായിരുന്നു. മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒരസ്ഥിയും ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നത്, അത് ഒരു കൂമ്പാരം അസ്ഥികൾ. അങ്ങനെ ജീവിപ്പിക്കുന്ന ഉപദേശം സ്വർഗത്തിൽ നിന്ന് തരുമ്പോൾ അത് സ്വീകരിച്ച് അതിൽ നിൽക്കാനുള്ള കൃപയൂടെ തരണം ഞങ്ങൾക്ക്. അത് കേട്ടാൽ അത് വിശ്വസിക്കാനുള്ള ബലം തരണം. അത് വിശ്വസിക്കുക തന്നെയല്ല, അത് ചെയ്തെടുക്കാനുള്ള കൃപയും തരണം, കഴിവ് തരണം. അതിനൊക്കെ അവിടുത്തെ സാന്നിധ്യം വേണം. ഞങ്ങൾ തന്നെ വിചാരിച്ചത് നടക്കത്തില്ല. പൊന്ന് ദൈവമേ, കരുണ തോന്നി ഈ ഇമ്പാർട്ടേഷൻ ചെയ്യുമ്പം എൻ്റെ ജ്ഞാനവും വിവേകവും പരിജ്ഞാനം ഇട്ട് തരണമേ. എങ്ങനെയാണ് യുദ്ധത്തിൽ ജീവിക്കേണ്ടതെന്ന് അവിടുന്ന് കാണിച്ചു തരുമ്പം പലപ്പോഴും മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് യുദ്ധം ജയിക്കാറുണ്ട്. അങ്ങനെയാണല്ലോ പ്രായമുള്ളവരെല്ലാം നേടുന്നത്. അവർക്ക് പിന്നെ ഭുജബലമില്ലല്ലോ. എന്നാൽ പ്രായമുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ അതിശയങ്ങൾ നടക്കുന്നുണ്ടല്ലോ കർത്താവേ. അതുകൊണ്ട് നിൻ്റെ പരിശുദ്ധാത്മാവ് അധിക ശക്തിയോടെ ഇമ്പാർട്ട് ചെയ്തിട്ട് നിൻ്റെ ശ്വാസം ഊതിയത് യെരൂശലേമിൽ ഇരുന്നു കൊണ്ട് പ്രാപിച്ചതുപോലെ ഞങ്ങൾ വീട്ടിനകത്തിരുന്ന് നിൻ്റെ ശക്തി പ്രാപിക്കുവോളം, നിന്നിൽ നിന്ന് ഉപദേശം ലഭിക്കുവോളം അവിടെ തന്നെ ഇരിക്കാൻ പഠിപ്പിക്കണമേ. നിന്നിൽ നിന്ന് ദിനം പ്രതി ഉപദേശവും ശക്തിയും ലഭിച്ചിട്ട് മാത്രം പുറത്തോട്ടിറങ്ങാൻ, അന്നൊരു ജയജീവിതമായിട്ട് നയിക്കാൻ, രാവിലെ തൊട്ട് രാത്രി വരെ, ആയുസിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ദൈവം കർത്താവിൻ്റെ ശക്തിയെ ഞങ്ങൾക്ക് പകർന്നു തരുന്നതിന് നന്ദി പറയുന്നു. സ്വർഗത്തിലെ ശക്തിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ദ ആർമറി ഓഫ് ഗോഡ്, സ്വർഗത്തിലെ ആയുധങ്ങളെ ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. അടുത്ത ദിവസം അത് പറയാൻ അനുവദിച്ചാട്ട് കർത്താവേ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.